ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാ സ്നേഹവന്ദനങ്ങളെ പകലിൽ നേരുന്നു. ഈ പകലിൽ അനുഗ്രഹത്തോടെ നിങ്ങൾ ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ അനുഗ്രഹാശംസകളും നിങ്ങൾക്ക് നേരുന്നു. ഒരു ചെറിയ ചിന്ത ഈ ആഴ്ചയുടെ ആരംഭത്തിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 16 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും: അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞേലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്ക്കുമോ? അതെ, ഒരു ചെടി നടുന്ന വ്യക്തി, അല്ലെങ്കിൽ ഒരു ചെടിയുടെ വിത്തിടുന്ന വ്യക്തി, ഒരു കമ്പ് നാട്ടുന്ന വ്യക്തി, അല്ലെങ്കിൽ ഒരു വൃക്ഷത്തായി നടുന്ന വ്യക്തി, ഇവരുടെ എല്ലാം ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഇത് നടുന്നതിലൂടെ ഇത് വളരണം, ഇത് നല്ല ഫലം കായ്ക്കണം. ഇതിന് മുന്തിരിവള്ളിയാണെങ്കിൽ അതിൽ മുന്തിരി കായ്ക്കണം, അത്തിപ്പഴത്തിൻ്റെ ഇതാണെങ്കിൽ അതിൽ അത്തിപ്പഴം കായ്ക്കണം. ഒരു റോസാ കമ്പാണ് നടുന്നതെങ്കിൽ അതിലൂടെ ഒരു പൂ കായ്ക്കണം. ഇത് വളർന്ന് പന്തലിച്ച് വരണമെന്നാണ് ഈ നടുന്ന വ്യക്തിയുടെ ആഗ്രഹം. അങ്ങനെയെങ്കിൽ തിരുവചനം ഇങ്ങനെ പറയുന്നു: നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലം പ്രതീക്ഷിക്കുന്നു. നടുന്ന ഒരു ഉദാഹരണത്തിന് മുന്തിരിവള്ളി നടുന്ന ഒരു വ്യക്തിയും ആ മുന്തിരിവള്ളിയിൽ നിന്ന് അത്തിപ്പഴം പ്രതീക്ഷിക്കാറില്ല. റോസാപ്പൂ നടുന്ന വ്യക്തി അതിനെ കമ്പ് നാട്ടുമ്പോൾ അതിൽ നിന്നൊരിക്കലും അത്തിപ്പഴമോ അതിൽ നിന്ന് മുന്തിരിവള്ളിയോ അതിൽ നിന്ന് മറ്റൊരു ഫലമോ പ്രതീക്ഷിക്കത്തില്ല. നടുന്ന വ്യക്തിയുടെ ആഗ്രഹം ഏത് ചെടിയാണോ നടുന്നത്, ഏത് വൃക്ഷ തൈയാണോ നടുന്നത്, അതിൻ്റേതായ ഫലം കായ്ക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ മകനായ നീയും ഞാനും ദൈവം ആഗ്രഹിക്കുന്ന ഫലമാണോ നമ്മളിൽ നിന്നുണ്ടാകാറുള്ളത്? തിരുവചനം ഗലാത്യ ലേഖനം 5-ാം അധ്യായം അത് നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നുണ്ട്: ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, സൗമ്യത, വിശ്വസ്തത, ഇന്ത്യരചയം. ഇങ്ങനെയുള്ള 9 ഫലങ്ങൾ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കാറുണ്ട്. യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആകുന്ന ഫലമാണോ അതോ ആകാത്തതായ ഫലമാണോ നമ്മളിൽ നിന്ന് ഉണ്ടാകാറുള്ളത്? ആത്മാവിൻ്റെ ഫലത്തിന് പകരം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ജഡത്തിൻ്റെ ഫലങ്ങൾ ഉണ്ടാകാറില്ലേ? ഈ പകലിൽ ഒന്ന് സ്വയശോധനയ്ക്കായി നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. അതെ, ദൈവത്തിൻ്റെ മകനായ ഞാനും നീയും ആത്മാവിൻ്റെ ഫലങ്ങൾ കായ്ച്ച് അത് സമൂഹത്തിൽ വിളങ്ങേണ്ടതിന് പകരം പലപ്പോഴും ജഡത്തിൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് ഉളവാകുമ്പോൾ, അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് പകരം പലപ്പോഴും അത് ദോഷമായി ഉണ്ടാകാറുള്ളപ്പോൾ, ഈ പകലിൽ നമ്മളെ തന്നെ ഒന്ന് സ്വയശോധന ചെയ്ത് മടങ്ങിവരുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്കിങ്ങനെ കാണുവാൻ സാധിക്കും: എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിനെ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വന്തമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിച്ചാൽ അവൻ വളരെ ഫലം കായ്ക്കും. എങ്ങനെയാണ് നിനക്ക് ഫലം കായ്ക്കുവാൻ കഴിയുന്നത്? നീ അവനിലും അവൻ നിന്നിലും വസിക്കുകയാണെങ്കിൽ അത് വളരെ ഫലം കായ്ക്കുവാൻ കഴിയാവും. അങ്ങനെയാണെങ്കിൽ ആത്മാവിൻ്റെ ഫലങ്ങളുടെ ആ ഒരു പൂർത്തീകരണത്തിലേക്ക് ആത്മാവിൻ്റെ ഫലങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. നല്ല ഫലം കായ്ക്കുന്നവരായി തീരുവാൻ, അതെ, ദൈവം നിന്നിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു അതേ ഫലം നിന്നിൽ നിന്നുണ്ടാകുവാൻ ഈ പകലിൽ ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാ അനുഗ്രഹാശംസകളും നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.